നമസ്കാരം. പാകിസ്ഥാൻ ചാര സംഘടനയായ ISIക്ക് ഇപ്പോഴും നമ്മുടെ രാഷ്ട്രീയ നേതാക്കളെ വിലക്കെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അത്തരമൊരു ആരോപണമാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഇന്നലെ ഉയർത്തിയത്. ഇന്നലെ അദ്ദേഹം വളരെ ചെറിയൊരു സൂചന മാത്രമാണ് നൽകിയതെങ്കിൽ ഇന്ന് അദ്ദേഹം വളരെ വിശദമായി തന്നെ തെളിവുകൾ സഹിതം നിരത്തി ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് മുഴുവൻ കോൺഗ്രസ് MP ആയിട്ടുള്ള ഗൗരവ് ഗൊഗോയിക്കെതിരെയാണ്. ഗൗരവ് ഗൊഗോയ് ജോർഹട്ടിൽ നിന്നുള്ള അസമിലെ ജോർഹട്ടിൽ നിന്നുള്ള ലോക്സഭാംഗമാണ്. വെറും ലോക്സഭാംഗം മാത്രമല്ല, ലോക്സഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് കൂടിയാണ് ഈ ഗൗരവ് ഗൊഗോയ്. ഗൗരവ് ഗൊഗോയ് ദീർഘനാൾ അസം മുഖ്യമന്ത്രിയായിരുന്ന തരുൺ ഗൊഗോയിയുടെ മകനാണ്. 2005 വരെ ഇയാൾ എയർടെൽ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നയാളാണ്. 2005 ശേഷം ഒരു NGOയുടെ പ്രവർത്തനത്തിന് വേണ്ടി ഈ ജോലി രാജിവെച്ച് പോയ ആളാണ്. പിന്നീട് അദ്ദേഹം പതിയെ കോൺഗ്രസിലേക്ക് വന്നു, രാഷ്ട്രീയത്തിലേക്ക് വന്നു, ലോക്സഭാംഗമായി, ഇപ്പോഴും ലോക്സഭാംഗമാണ്. ആ ഗൗരവ് ഗൊഗോയിക്കെതിരെയാണ് ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ ഗൗരവകരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഗൗരവ് ഗൊഗോയി യുവാക്കളെ അനധികൃതമായി പാകിസ്ഥാൻ എംബസിയിലേക്ക് എത്തിക്കുന്നുവെന്നും അവിടെ വെച്ച് അവരെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ് എന്നും പാകിസ്ഥാൻ എംബസിയിലെ ഉദ്യോഗസ്ഥർ അവരിൽ നിന്നും ചില വിവരങ്ങൾ തേടുകയാണ് എന്നും അവരെ മത തീവ്രവാദികളാക്കി മാറ്റുകയാണ് എന്നുമുള്ള ഒരു ഗൗരവകരമായ ആരോപണമാണ് ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ അസമിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഈ ഗൗരവ് ഗൊഗോയ് എന്ന കോൺഗ്രസ് MPക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഇയാൾക്ക് അല്ലെങ്കിൽ ഗൗരവിന് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധവും ഇദ്ദേഹം വരച്ചു കാട്ടുന്നുണ്ട്. ഗൗരവിൻ്റെ ഭാര്യ അവരൊരു ബ്രിട്ടീഷുകാരിയാണ്, എലിസബത്ത് കോൾബേൺ എന്നാണ് ഈ ഗൗരവിൻ്റെ ഭാര്യയുടെ പേര്. ഗൗരവിൻ്റെ ഭാര്യ കഴിഞ്ഞ 12 വർഷമായി അവർ വിവാഹിതരാണ്. അവർക്ക് ചില പാകിസ്ഥാൻ കണക്ഷനുകളുണ്ട്. അവർ പാകിസ്ഥാനിലെ ചില ഏജൻസികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് എന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ ആരോപിക്കുന്നത്. അതിന് തെളിവായി അദ്ദേഹം ഒരു സ്ക്രീൻഷോട്ട് ഇന്ന് പങ്കുവച്ചിട്ടുണ്ട്. 2014 ഈ എലിസബത്ത് കോൾബേണിൻ്റെ ഒരു ട്വിറ്റർ ആണ് ഈ സ്ക്രീൻഷോട്ടായി ഹിമന്ത ബിശ്വ ശർമ്മ പങ്കുവച്ചിരിക്കുന്നത്. ആ ട്വിറ്റർ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അതായത് ഇസ്ലാമാബാദിലെ സംഭവ വികാസങ്ങൾ വീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വർഷത്തെ എൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത്. കാര്യങ്ങളെല്ലാം വളരെ സമാധാനപരമായി നടക്കും എന്ന് ഞാൻ ആശിക്കുന്നു എന്നാണ് ഈ ട്വിറ്ററിൽ പറയുന്നത്. തീർച്ചയായും പാകിസ്ഥാനിൽ നടക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളെക്കുറിച്ചാണ് ഈ ട്വീറ്റ് ഉള്ളത്. തീർച്ചയായും ഇത് പാകിസ്ഥാൻ ബന്ധം, അതായത് ഈ പറയുന്ന എലിസബത്തിന് പാകിസ്ഥാനിലെ ചില ഏജൻസികളുമായിട്ടുള്ള ബന്ധത്തിന് തെളിവായിട്ടാണ് ഈ ട്വീറ്റ്. ഇവർ ഇതെവിടെ നിന്നാണ് വീക്ഷിക്കുന്നത്, ഇന്ത്യയിൽ നിന്നാണോ പാകിസ്ഥാനിൽ നിന്നാണോ എന്ന സംശയമാണ് ഹിമന്ത ബിശ്വ ശർമ്മ ഈ ട്വീറ്റ്, അതായത് ഈ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ട് ഇന്ന് ചോദിച്ചിരിക്കുന്നത്. മാത്രമല്ല, എലിസബത്തിന് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് ചോദിച്ചാൽ പാകിസ്ഥാനിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിട്ടുള്ള അലി ഷെയ്ഖ് എന്ന് പറയുന്ന പാകിസ്ഥാനിലെ ഒരു പാകിസ്ഥാൻ ആശയങ്ങളുടെയൊക്കെ പ്രചാരകനാണ്, ഇന്ത്യ വിരുദ്ധനാണ്. ഇയാൾ ഈ പറയുന്ന എലിസബത്തിൻ്റെ സഹപാഠി കൂടിയാണ്. ഇവർ ഇപ്പോഴും അടുത്ത ബന്ധമുള്ള വ്യക്തികളാണ്, എലിസബത്തും അലി ഷെയ്ഖും തമ്മിൽ. ഈ എലിസബത്ത് എന്ന ഗൗരവ് ഗൊഗോയിയുടെ ഭാര്യ വഴിയാണ് പാകിസ്ഥാൻ ഇന്ത്യയിലെ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ ആരോപിച്ചിരിക്കുന്നത്. ഹിമന്ത ബിശ്വ ശർമ്മയുടെ ആരോപണം ഏറ്റെടുത്തുകൊണ്ട് BJPയുടെ വക്താവ് അമിത് മാളവ്യയും ഇപ്പോൾ വളരെ വിശദമായി തന്നെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഗൗരവ് ഗൊഗോയിയുടെ ഭാര്യ 12 വർഷമായി അവർ ഇന്ത്യയിൽ താമസിക്കുകയാണ്. എന്നിട്ടും ഇതുവരെ അവർ ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് അപേക്ഷിച്ചിട്ടില്ല, ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിച്ചിട്ടില്ല. മാത്രമല്ല, ഈ ഗൗരവ് ഗൊഗോയ് അനധികൃതമായി പാകിസ്ഥാൻ എംബസിയിൽ പോയി പാകിസ്ഥാൻ അംബാസിഡറെ കാണുന്നു. അതിനുശേഷം പാർലമെൻറ്റിൽ ഇന്ത്യയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഇതാണ് അതീവ ഗൗരവകരമായ ആരോപണം എന്ന നിലയിൽ അമിത് മാളവ്യ ഉന്നയിച്ചിരിക്കുന്നത്. അമിത് മാളവ്യയും ചില ട്വീറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ചിട്ടുണ്ട്. അത് ഈ അലി ഷെയ്ഖിൻ്റെ പഴയ ട്വീറ്റുകളാണ്, 2019 ട്വീറ്റുകളാണ്. അതായത് ഈ CIA പ്രക്ഷോഭം ആളിക്കത്തിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച വിദേശിയാണ് ഈ അലി ഷെയ്ഖ്. ഇത്തരത്തിലുള്ള ഈ CIA പ്രക്ഷോഭം പുറത്തുനിന്ന് ആളിക്കത്തിക്കുന്നതിനായി ചില ടൂൾ കിറ്റുകൾ നടത്തിയ അല്ലെങ്കിൽ ടൂൾ കിറ്റ് പ്രചാരകനായിട്ടുള്ള വ്യക്തിയാണ്. അന്നത്തെ ചില സ്ക്രീൻഷോട്ടുകൾ അടക്കം ഇപ്പോൾ അമിത് മാളവ്യ പങ്കുവച്ചിട്ടുണ്ട്. ഇതിലൊരു സ്ക്രീൻഷോട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യ അവരുടെ അതിർത്തികളിൽ വലിയ രീതിയിലുള്ള
കൂറ്റൻ ഡീറ്റൻഷൻ സെൻ്ററുകൾ നിർമ്മിക്കാൻ പോകുന്നു. അതായത് മുസ്ലിങ്ങൾ രാജ്യത്തിനകത്ത് ഭയചകിതരായിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ മുസ്ലിങ്ങളെ രാജ്യത്തിന് പുറത്താക്കാൻ പോകുന്നു, ഇന്ത്യക്ക് പുറത്താക്കാൻ പോകുന്നു. അതിനുവേണ്ടി വലിയ ഡീറ്റൻഷൻ സെൻ്ററുകൾ ഇന്ത്യ നിർമ്മിക്കുന്നു എന്നാണ് ഈ ഒരു ട്വീറ്റിൽ പറയുന്നത്. മറ്റൊരു ട്വീറ്റിൽ പറയുന്നത് അത് ഗൗരവ് ഗൊഗോയിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു ട്വീറ്റാണ്. ഗൗരവ് ഗൊഗോയിയെ ഇന്ത്യൻ പാർലമെൻറ്റിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഡൽഹി കലാപത്തെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ചതുകൊണ്ടാണ് ഇയാളെ സസ്പെൻഡ് ചെയ്തത്. അതിന് അഭിനന്ദനങ്ങൾ, ധീരതയ്ക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് മറ്റൊരു ട്വീറ്റിൽ പറയുന്നത്. അതായത് ഈ പാകിസ്ഥാൻ അംബാസിഡറെ ചെന്ന് കാണുകയും അതിനുശേഷം പാർലമെൻറ്റിൽ ചോദ്യങ്ങൾ ചോദിക്കുകയും സുരക്ഷാപരമായ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു എന്ന BJPയുടെ ആരോപണങ്ങൾക്ക് പിന്തുണ നൽകുന്ന ഒരു ട്വീറ്റാണ് ഇപ്പോൾ അലി ഷെയ്ഖിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് പാർലമെൻറ്റിൽ തരുൺ ഗൊഗോയ് ബഹളമുണ്ടാക്കിയത്, ചോദ്യം ചോദിച്ചത്, പാർലമെൻറ്റിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചത്, ദില്ലി ലഹളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ തേടിയത്, ഇതെല്ലാം പാകിസ്ഥാന് വേണ്ടിയായിരുന്നു എന്നാണ് ഇപ്പോൾ BJP ആരോപിക്കുന്നത്. അതായത് തരുൺ ഗൊഗോയ് അന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. ദില്ലി കലാപം ഈ CAA പ്രക്ഷോഭത്തിൻ്റെയൊക്കെ ഒരു അനന്തര ഫലമായിരുന്നു. അവിടെയാണ് അതുകൊണ്ട് തന്നെ ഈ CAA പ്രക്ഷോഭം ഇന്ത്യയിൽ ആളി കത്തിക്കാൻ ശ്രമിച്ചവരാണ് ഈ കലാപത്തിന് പിന്നിലെന്നും നമുക്കറിയാം. അങ്ങനെ ഇന്ത്യക്കുള്ളിൽ കലാപമുണ്ടാക്കുക, ഇന്ത്യയെ സാമ്പത്തികമായി അസ്ഥിരതപ്പെടുത്തുക, ഇന്ത്യയിൽ ജനാധിപത്യം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള മോദി സർക്കാരിനെ അട്ടിമറിക്കുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടി പാകിസ്ഥാൻ്റെ ചാരസംഘടനയായ ISI രാജ്യത്ത് നടപ്പിലാക്കിയ ചില പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസിൻ്റെ MP ആയിട്ടുള്ള, കോൺഗ്രസിൻ്റെ ലോക്സഭാ ഉപനേതാവായിട്ടുള്ള ഗൗരവ് ഗൊഗോയും ഭാര്യയും, ബ്രിട്ടീഷുകാരിയായ ഭാര്യയും ഇതിൽ പാകിസ്ഥാനുമായി ഒത്തുകളിച്ചിട്ടുണ്ടെന്നും പാകിസ്ഥാനു വേണ്ടി ചാരപ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്നുമാണ് ഈ രണ്ട് നേതാക്കളും BJP നേതാക്കളും ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉണ്ടാകുമെന്ന് വ്യക്തമാണ്. ഈ കാര്യങ്ങളിൽ മറുപടി വേണമെന്ന് BJP ആവശ്യപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ ഇതുവരെ ഗൗരവ് ഗൊഗോയിൽ നിന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നോ അസം ഘടകത്തിൽ നിന്നോ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.